ചെന്നൈക്കെതിരെ 3 ഗോൾ വിജയം നേടിയ ആത്മവിശ്വാസത്തിൽ ഇറങ്ങേണ്ട ബ്ലാസ്റ്റേഴ്സ് അത് തങ്ങൾ തന്നെയാണോ ചെന്നൈയെ 3 ഗോളിന് തോൽപ്പിച്ചു വരുന്നത് എന്ന മട്ടിൽ തന്നെയായിരുന്നു കൊച്ചിയിൽ FC ഗോവക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് പുറത്തു കാണിച്ച പ്രകടനം. സച്ചിന്റെ പിഴവിൽ ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയ ഒരു ഗോളിന് കൊച്ചിയിൽ വീണ്ടും പ്രതീക്ഷകളുമായി എത്തിയ ആരാധകരെ വീണ്ടും നിരാശരാക്കി മടക്കിയപ്പോൾ വീണ്ടും പാഠങ്ങൾ പഠിക്കാതെ താരങ്ങളും ഒരു മെയിൻ പ്ലാൻ വർക്കാകുന്നില്ല എന്ന് കണ്ടാൽ പ്ലാൻ ബി പ്രയോഗിക്കാൻ അറിയാത്ത പരിശീലകനും വൻ നിരാശയാണ്. FC ഗോവയെ പോലെയുള്ള ഒരു ടീം ഒരു ഗോളിന് ലീഡിൽ നിൽക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആക്രമണങ്ങൾക്ക് കഴിവിന്റെ പരമാവധി വലിച്ചുമുറുക്കി തടയണ തീർക്കുമെന്ന് ഉറപ്പാണ്. സോ അങ്ങനെ ബ്ലാസ്റ്റേഴ്സിനെ അനങ്ങാൻ വിടാതെ നിൽക്കുമ്പോൾ പ്ലാൻ ബി പ്രയോഗിക്കേണ്ടതും അതിനനുസരിച്ച് കളി പുറത്തെടുക്കേണ്ടതും അനിവാര്യമാണ്. അത്രയും മികച്ച ഡിഫെൻഡിംഗ് തന്നെയായിരുന്നു FC ഗോവൻ താരങ്ങൾ കാഴ്ചവെച്ചത്. കൂടാതെ ബ്ലാസ്റ്റേഴ്സിന് എത്ര അവസരങ്ങൾ കിട്ടിയാലും അത് മുതലാക്കില്ല എന്ന വാശിയും പരാജയത്തിലേക്ക് നയിച്ചു. 1-2 താരങ്ങൾ മികച്ചു നിൽക്കുമ്പോൾ കുറച്ച് താരങ്ങൾ അത് കളഞ്ഞുകുളിക്കാൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ മത്സരത്തിലെ സെയിം 11-ൽ നിന്ന് കോറോവിനെ മാറ്റി രാഹുലിനെ ഇറക്കിയ ആശാന്റെ പ്ലാനിംഗ് തന്നെ ആദ്യം പിഴച്ചു. രണ്ടാം പകുതിയിൽ ലൂണയിൽ നിന്നുണ്ടായ മികച്ചൊരവസരം സന്ദീപ് വെറും പാഴാക്കി കളഞ്ഞപ്പോൾ സന്ദീപിനെ പോലെ മികച്ചു നിന്ന താരങ്ങളിൽ നിന്ന് ഇതൊട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. കഴിഞ്ഞ കളിയിൽ കാണിച്ച പോരാട്ട വീര്യം നോ സദോവിയിൽ കാണാത്തതും കളിയെ ബാധിച്ചിട്ടുണ്ട്. താരത്തിന്റെ ഫിറ്റ്നസ് പ്രശ്നങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് വെല്ലുവിളി തന്നെയാണ്. രണ്ടാം പകുതിയിൽ പെപ്രയിൽ മികച്ച നീക്കങ്ങൾ ഉണ്ടാക്കിയെടുത്തപ്പോൾ പ്രതീക്ഷകൾക്ക് ജീവൻ വച്ചിരുന്നു. പക്ഷേ പെപ്രയ്ക്കും ഇന്ന് രക്ഷകനാകാൻ കഴിഞ്ഞില്ല. പിന്നെ എപ്പോഴത്തെയും പോലെ പിഴവുകളുടെയും മിസ്പാസുകളുടെയും ഘോഷയാത്ര. മൊത്തത്തിൽ പറഞ്ഞാൽ ടീമിന് തന്നെ ആത്മവിശ്വാസമില്ലാത്ത പ്രകടനം തന്നെയായിരുന്നു കൊച്ചിയിൽ കാഴ്ചവെച്ചത്. ഇനി ബംഗളൂരുവിനെതിരെ അവരുടെ തട്ടകത്തിൽ എന്താകുമോ എന്ന് കണ്ടറിയണം. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.